महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय सम्भवामि युगे युगे. രാജസൂയ യാഗത്തിന്റെ തുടക്കത്തിൽ ഒരു അപശകുനം പോലെ ശിശുപാലന്റെ ആക്രോശവും തുടർന്ന് ഭഗവാൻ ശിശുപാലനെ വധിച്ചതും ഒക്കെ ആയിട്ട് ആകെ ഒന്ന് ആശങ്കപ്പെട്ടെങ്കിലും പിന്നീട് എല്ലാം വളരെ ഭംഗിയായി നടന്നു. അങ്ങനെ രാജസൂയ യാഗം വളരെ ഗംഭീരമായി പൂർത്തിയായി. അതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്തോടെയാണ് ആ രാജസൂയ യാഗം ഇത്രയും ഗംഭീരമായി നടന്നത് എന്ന്. അങ്ങനെ ആ യാഗം കഴിഞ്ഞപ്പോൾ ക്ഷണിച്ചു വരുത്തിയ എല്ലാ രാജാക്കന്മാരും യാത്ര പറഞ്ഞ് ഇറങ്ങി. യുധിഷ്ഠിരന്റെ അനുജ്ഞയോടുകൂടി 4 പാണ്ഡവന്മാരും 4 അതിർത്തിയിലേക്കുമുള്ള രാജാക്കന്മാരെ ആ രാജ്യത്തിന്റെ അതിർത്തി വരെ അനുഗമിച്ചു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഭഗവാനും യുധിഷ്ഠിരനോട് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനും ദ്വാരകയിലേക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ഭഗവാനോട് പറയുകയാണ്, ഗോവിന്ദ, അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് എനിക്ക് ഈ യാഗം ഇത്ര ഗംഭീരമായി പൂർത്തിയാക്കാൻ സാധിച്ചത്. ഭഗവാന്റെ പ്രസാദത്താൽ എല്ലാ ക്ഷത്രിയന്മാരും എൻ്റെ അധീനതയിൽ വന്നു, ധാരാളം കപ്പവും തന്നു, എല്ലാവരും വന്ന് എന്നെ സേവിക്കുകയും ചെയ്തു. ഭഗവാന്റെ യാത്രയ്ക്ക് ഞാൻ എങ്ങനെ വാക്ക് നൽകും? ഹേ വീര, ഭഗവാനില്ലാതെ ഞാൻ എങ്ങനെ സന്തോഷിക്കും? എനിക്കൊരിക്കലും സന്തോഷിക്കാൻ സാധിക്കുകയില്ല. അങ്ങ് കൂടെ ഉണ്ടാകുമ്പോൾ എന്തോ ഒരു ആനന്ദമാണ് എന്ന് വെച്ച് ഭഗവാന് ദ്വാരകയ്ക്ക് പോകാതെയും നിവൃത്തിയില്ലല്ലോ. ഇപ്രകാരം യുധിഷ്ഠിരൻ പറഞ്ഞപ്പോൾ ഭഗവാൻ യുധിഷ്ഠിരനോടുകൂടി ഒരു മന്ദഹാസത്തോടുകൂടി അങ്ങനെ കുന്തിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കുന്തിയോട് ഭഗവാൻ പറഞ്ഞു, അമ്മായി, ഭവതിയുടെ മക്കൾ ഇവർ സാമ്രാജ്യം നേടി. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടു ഇവർ. പ്രത്യേകിച്ച് കുന്തി പാണ്ഡുവിൻ്റെ മരണത്തോടെ ഒരുപാട് അവഗണനയും ഒക്കെ സഹിച്ചാണ് ജീവിച്ചത്. പിന്നീട് നമ്മൾ ആ കഥ കണ്ടതാണ്, അവർ എന്തൊക്കെ കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോയത് എന്ന്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ എടുത്തു പറഞ്ഞത്, അവർ സിദ്ധാർത്ഥരായി സമ്പന്നരായി. ഇനി ഭവതി സന്തോഷിച്ചാലും ഭവതിയുടെ അനുജ്ഞയോടുകൂടി ഞാൻ ദ്വാരകയ്ക്ക് പോകുവാൻ ചിന്തിക്കുന്നു. അങ്ങനെ പിന്നീട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ദ്രൗപദിയോടും സുഭദ്രയോടും ഒക്കെ യാത്ര പറഞ്ഞ് ഭഗവാൻ ഇറങ്ങിയപ്പോൾ ദാരുകൻ രഥവുമായി തയ്യാറായി നിന്നു. ഗരുഡൻ കൊടിയടയാളമായിട്ടുള്ള ആ രഥത്തിലേറി ഭഗവാൻ പതുക്കെയാണ് ആ രഥത്തിൽ അങ്ങനെ മുന്നേറിയത്. യുധിഷ്ഠിരനും മറ്റ് പാണ്ഡവരും നടന്നുകൊണ്ട് ഭഗവാനെ അനുഗമിച്ചു. എന്നാൽ കുറച്ചു ദൂരം പോയപ്പോൾ ഭഗവാൻ തേരൊന്ന് നിർത്തിയിട്ട് യുധിഷ്ഠിരനോട് പറയുകയാണ്, അപ്രമത്തനായി, ആർക്കും തോൽപ്പിക്കാൻ സാധിക്കാത്തവനായി ഭഗവാൻ എന്നും പ്രജകളെ പാലിക്കുക. ജീവജാലങ്ങൾ മഴക്കാറിനെ എന്ന പോലെയും ദേവന്മാർ ഇന്ദ്രനെ എന്ന പോലെയും ബന്ധുക്കൾക്ക് അങ്ങെന്നും താങ്ങായിരിക്കുക. മഴയാണ് ജീവജാലങ്ങളുടെ ജീവന് ആധാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മഴക്കാറിനെ പോലെ അങ്ങ് എല്ലാ ബന്ധുക്കൾക്കും ആശ്രയമായിരിക്കട്ടെ എന്ന് പറഞ്ഞത്. അങ്ങനെ ഭഗവാനും അവിടെ നിന്ന് പോയി. എന്നാൽ പോകാതെ 2 പേർ അവിടെ ബാക്കിയുണ്ടായിരുന്നു. ഒന്ന് ദുര്യോധനനും മറ്റൊന്ന് ശകുനിയും. രാജാക്കന്മാരൊക്കെ പോയി കഴിഞ്ഞു. എന്നാൽ വ്യാസഭഗവാൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. വ്യാസഭഗവാൻ സഭയിലേക്ക് വന്നപ്പോൾ യുധിഷ്ഠിരൻ യഥോചിതം സ്വീകരിച്ചു.
അത് കഴിഞ്ഞ് വ്യാസഭഗവാൻ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരം യുധിഷ്ഠിരൻ ഇപ്രകാരം ചോദിക്കുകയാണ്: മഹർഷേ, സുദുർലഭമായ സ്ഥിതിയിലെത്തിയ എനിക്ക് ഒരു സംശയം ബാധിച്ചിരിക്കുന്നു. അത് തീർക്കുവാൻ ഭവാനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. നാരദ മഹർഷി പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഉത്പാദങ്ങൾ 3 തരത്തിലാണ് എന്ന്, അതായത് ദുർനിമിത്തങ്ങൾ. ഇവിടെ ഇപ്പോൾ ചൈത്യൻ അഥവാ ശിശുപാലൻ വധിക്കപ്പെട്ടുവല്ലോ, അങ്ങനെ ഉത്പാദം വർദ്ധിച്ചുവല്ലോ. ഇതിനെന്തെങ്കിലും ഒരു ലക്ഷണമുണ്ടോ? ഇതെന്തിൻ്റെയെങ്കിലും തുടക്കമാണോ? ഇനി എന്താണ് സംഭവിക്കുക? ഇങ്ങനെ ചോദിച്ചപ്പോൾ വ്യാസഭഗവാൻ പറഞ്ഞു, ഉത്പാദങ്ങൾക്ക് 13 വർഷത്തേക്ക് ഉഗ്രമായ ഫലമുണ്ട്. അത് സർവക്ഷത്ര വിനാശത്തിനായി ഭവിക്കും. മാത്രമല്ല വ്യാസഭഗവാൻ പറഞ്ഞു, രാജാവേ, അങ്ങ് ഒരാൾ കാരണമായിട്ട് കാലം അത് വരുത്തിക്കൂട്ടും. സർവക്ഷത്രിയ ജാതികളും മുടിയുകയും ചെയ്യും. ഇത് തുടങ്ങുന്നത് ദുര്യോധനൻ ചെയ്യുന്ന ഒരു തെറ്റിന്റെ ഫലമായിട്ടായിരിക്കും. അതുവഴി ഭീമനും അർജുനനുമായിരിക്കും ഈ നാശത്തിന് ചുക്കാൻ പിടിക്കുക. അങ്ങ് ഏതാനും ദിവസങ്ങൾക്കകം സംഹാരമൂർത്തിയായ മഹാദേവനെ സ്വപ്നം കണ്ടു തുടങ്ങും. അത് ഈ നാശത്തിനുള്ള തുടക്കമായിട്ട് അങ്ങ് കരുതിക്കൊള്ളുക. എന്നാൽ അങ്ങ് വ്യസനിക്കേണ്ട, കാലം അങ്ങേക്ക് ദുർജയമാണ്. എല്ലാം നന്നായി വരും. ഇനി ഞാൻ കൈലാസത്തിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് വ്യാസഭഗവാൻ യാത്ര തിരിച്ചു. ഇത് കേട്ടതോടെ ഈ നേടിയതിൻ്റെ എല്ലാ സന്തോഷവും യുധിഷ്ഠിരന് നഷ്ടമായി. അങ്ങനെ യുധിഷ്ഠിരൻ നെടുവീർപ്പിട്ടുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്: പൗരുഷം കൊണ്ട് ദൈവത്തെ ബാധിക്കുവാൻ സാധ്യമാകുമോ? അതായത് പൗരുഷം എന്നാൽ നമ്മുടെ മനുഷ്യപ്രയത്നം കൊണ്ട് വിധിയെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ ഇല്ല എന്നാണ് യുധിഷ്ഠിരൻ സ്വയം വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ വ്യാസഭഗവാൻ പറഞ്ഞത് സത്യമായി തീരും. 13 വർഷത്തേക്ക് എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ, എന്തൊക്കെയോ ദുശകുനങ്ങളുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. അതിന് താനായിരിക്കും ഒരു കാരണം എന്നതാണ് യുധിഷ്ഠിരനെ ആകെ വിഷമത്തിലാക്കിയത്. അങ്ങനെ ഈ വിഷമം തൻ്റെ സഹോദരന്മാരോട് പങ്കുവയ്ക്കുകയാണ്. വീരന്മാരെ, നിങ്ങൾ കേട്ടില്ലേ വ്യാസഭഗവാൻ എന്നോട് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ടയുടനെ മരിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സർവക്ഷത്രിയന്മാരുടെയും നാശത്തിന് ഞാൻ ഒരാൾ കാരണമാകുമത്രേ. അത് കാലകൽപ്പിതമാണത്രേ, ആർക്കും തടുക്കാൻ സാധിക്കില്ലത്രേ. അങ്ങനെയുള്ള ഈ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് ഫലം? ഇങ്ങനെ യുധിഷ്ഠിരൻ വിഷമിച്ചപ്പോൾ അർജുനൻ പറഞ്ഞു, രാജാവേ, അങ്ങ് ദുഃഖിക്കരുത്, അങ്ങയുടെ ബുദ്ധി കെട്ടുപോകരുത്. ആലോചിച്ച് ഭവാൻ വേണ്ട വിധം നടക്കുക. അപ്പോൾ വീണ്ടും അനുജന്മാരോട് വേദവ്യാസ മഹർഷി പറഞ്ഞ ആ വാക്കുകൾ ഓർത്തിട്ട് യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു: എന്തായാലും ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇന്ന് മുതൽക്ക് 13 വർഷം ഞാൻ എങ്ങനെ ജീവിച്ചാലും, എന്തിനു വേണ്ടി ജീവിച്ചാലും, ഞാൻ നിങ്ങളോടും ഒരു രാജാക്കന്മാരോടും പരുഷവാക്ക് പറയുകയില്ല. അതായത് അരുത് എന്ന് പറയുകയില്ല. ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അന്ന് മുതൽ യുധിഷ്ഠിരനും ഈ പാണ്ഡവരും ജീവിച്ചു വന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞ് നിർത്തിയെടുത്ത് വീണ്ടും തുടരുകയാണ്. അതായത് ദുര്യോധനൻ ശകുനിയോടുകൂടി ആ സഭയിൽ പാർത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ആ സഭയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ, സഭയൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ ദുര്യോധനൻ ശകുനിയോടൊപ്പം അങ്ങനെ നടന്നു പോവുകയാണ്. ഇങ്ങനെ വളരെ ആശ്ചര്യം നിറഞ്ഞ ആ സഭയിൽ വെച്ച് ദുര്യോധനന് ഒരുപാട് അമളികൾ സംഭവിക്കുകയാണ്. സ്ഫടിക സങ്കാശമായ കൽത്തളത്തിൽ ചെന്നപ്പോൾ അവിടെ വെള്ളമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ദുര്യോധനൻ വസ്ത്രം ചെരിച്ചു കയറ്റി.
അത്രയും ബുദ്ധി ഭ്രമിച്ചുപോയി. അങ്ങനെ ദുർമനസ്സായിട്ട്, കാരണം ആ ഐശ്വര്യം കണ്ടിട്ട് ദുര്യോധനന് സഹിക്കുന്നില്ല. വിമുഖനായിട്ട്, സന്തോഷമല്ല, ഇത്രയൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇവർ വീണ്ടും വീണ്ടും ഐശ്വര്യത്തിലേക്കാണല്ലോ പോകുന്നത് എന്ന ആ അസൂയയോടെയാണ് ആ സഭ മുഴുവൻ ചുറ്റി നടന്ന് കണ്ടത്. അങ്ങനെ ചുറ്റി നടക്കുമ്പോൾ സഭാന്തരത്തിലുള്ള തളത്തിൽ വീണ് നാണിച്ചുപോയി, വ്യസനിച്ചു. പിന്നെയും സ്ഫടിക ജലവും സ്ഫടിക താമരകളും ഉള്ള കുളം കണ്ട് അതൊരു തളമാണെന്ന് വിചാരിച്ച് ജലാശയത്തിൽ ചെന്ന് വസ്ത്രത്തോടുകൂടി ചാടി. ദുര്യോധനൻ വെള്ളത്തിൽ വീണത് കണ്ടപ്പോൾ ഭീമൻ പൊട്ടിച്ചിരിച്ചു. അത് കണ്ട് ഭൃത്യന്മാരും ചിരിച്ചു. എന്നാൽ യുധിഷ്ഠിരൻ പറഞ്ഞു, ആരും ചിരിക്കരുത് എന്ന് പറഞ്ഞ് ദുര്യോധനന് മാറ്റാനുള്ള വസ്ത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നാൽ വെള്ളത്തിൽ വീണ് നനഞ്ഞു നിൽക്കുന്ന ദുര്യോധനനെ കണ്ടിട്ട് അർജുനനും നകുലനും സഹദേവനും പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ സ്ഫടികം കൊണ്ട് ഉണ്ടാക്കിയ ഒരു വാതിൽ, അവിടെ വാതിലുണ്ട് എന്ന് അറിയാതെ പോയി മുട്ടി തലയൊക്കെ വേദനിച്ചു. അങ്ങനെ ആകെ വിഷമത്തിലായി ദുര്യോധനൻ. പിന്നീട് ശകുനിയോടുകൂടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ കൊട്ടാരത്തിലെത്തിയിട്ടും ദുര്യോധനന്റെ വിഷമത്തിന് ഒരു കുറവും ഉണ്ടായില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടെ നെടുവീർപ്പിടുന്ന ദുര്യോധനനോട് ശകുനി ചോദിക്കുകയാണ്, എന്താണ് ദുര്യോധനനാ നീ നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്നത്? കാരണം പറയൂ. അപ്പോൾ മുതൽ ദുര്യോധനൻ പറഞ്ഞു തുടങ്ങുകയാണ് തൻ്റെ സങ്കടം. ഈ ദുര്യോധനന്റെ സങ്കടം ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. അമ്മാവ, ഞാൻ എന്താണ് പറയേണ്ടത്? അങ്ങ് കണ്ടതല്ലേ, ആ സഭ എന്തൊരു സഭയാണ്. അവിടെ വച്ച് എനിക്ക് പറ്റിയ അബദ്ധം കണ്ട് അവരെല്ലാം ചിരിച്ചത് അങ്ങും കണ്ടതല്ലേ. ഞാൻ തീയിൽ ചാടി മരിക്കും, അല്ലെങ്കിൽ വിഷം കഴിച്ച് മരിക്കും, അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടിച്ചാകും. കാരണം പാണ്ഡവന്മാർ ഇത്രയും ഐശ്വര്യത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണ്. ഞാൻ ഒരു സ്ത്രീയല്ല, പുരുഷനല്ല, ഷണ്ടനുമല്ല. അവരുടെ സർവ്വസമൃദ്ധമായ ശ്രീ കണ്ടിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എന്നാൽ എനിക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുമോ? അതൊട്ടില്ലതാനും. ഇവരുടെ നാശത്തിന് ഞാൻ എന്തൊക്കെ ചെയ്തു? എന്നിട്ടും നോക്കൂ, ചളിയിൽ നിന്ന് താമര എന്നതുപോലെ അവർ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. എനിക്കിത് കണ്ട് സഹിക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് ബോധ്യമായി, വിധി തന്നെയാണ് വലുത്. അതായത് മനുഷ്യപ്രയത്നം കൊണ്ട് ഒരു കാര്യവുമില്ല. വിധിക്ക് മുന്നിൽ അതെല്ലാം തോറ്റുപോകും. വല്ലാതെ ദുഃഖിക്കുന്ന എനിക്ക് ഇത് കണ്ട് സഹിക്കുന്നില്ല. എന്നെ മരിക്കാൻ അനുവദിക്കണമെന്നാണ് ശകുനിയോട് ദുര്യോധനൻ പറയുന്നത്. എന്നാൽ ഇത് കേട്ടിട്ട് ശകുനി ആദ്യം സമാധാനിപ്പിക്കുകയാണ്. ദുര്യോധന, നീ ധർമ്മപുത്രരിൽ അമർഷനായിട്ട് കാര്യമില്ല. അവർക്ക് അനുവദിച്ചു കൊടുത്ത രാജ്യത്ത് അവർ അവരുടെ ഒരു യോഗം പോലെ ഓരോ കാര്യങ്ങൾ ചെയ്തു. അവരുടെ ആ ശ്രേയസ് അനുഭവിപ്പിക്കാതിരിക്കാൻ പണ്ട് പല ഉപായങ്ങളും നീ പ്രയോഗിച്ചു. പക്ഷെ എന്നിട്ടും സാധിച്ചില്ലല്ലോ. അപ്പോൾ അതൊക്കെ അവരുടെ ഭാഗ്യമാണെന്ന് വിചാരിച്ച് നീ അത് വിട്ടേക്കൂ. ആ ഗാണ്ഡവ വനം ദഹിപ്പിക്കാൻ പോയപ്പോൾ അഗ്നി വരുണനിലൂടെ ഗാണ്ഡീവം എന്ന വില്ല് അർജുനന് സമ്മാനമായി കൊടുത്തു. അർജുനൻ മയനെ രക്ഷിച്ചതിനാൽ ആ സഭ അവർക്ക് കിട്ടി. ഇങ്ങനെയെല്ലാം അവർക്ക് അനുകൂലമായി വന്നു. അതിൽ നീ ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? പിന്നെ നിനക്കൊന്നുമില്ല എന്നൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നീ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറായി 99 സഹോദരങ്ങൾ നിനക്കുണ്ട്. നിന്റെ ആത്മസുഹൃത്തായിട്ട് വില്ലാളി വീരനായ കർണനുണ്ട്. ദ്രോണാചാര്യർ പുത്രനായ അശ്വത്ഥാമാവിൻ്റെ കൂടെ നിന്റെ കൂടെ തന്നെയുണ്ട്. എന്തിന് ഈ ഞാനും നിന്റെ കൂടെ ഇല്ലേ? അതുകൊണ്ട് നീ ഭൂമി ജയിക്കുക. നീ ഇങ്ങനെ ദുഃഖിച്ച് വിഷമിക്കാതിരിക്കൂ. നിന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ നീയും ചെയ്യൂ. അപ്പോൾ ദുര്യോധനൻ പറയുകയാണ്, അമ്മാവനും ഈ പറയപ്പെട്ട മറ്റു വീരന്മാരും തുണയുണ്ടെങ്കിൽ, അങ്ങയ്ക്ക് സമ്മതമാണെങ്കിൽ അവരെ ജയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അവരെ ജയിച്ചാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കീഴിലാകും. കാരണം അവർ അത്രയും
സമ്പദ് സമൃദ്ധിയിലാണ് ഇരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ശകുനി പറഞ്ഞു, അർജുനൻ, വാസുദേവൻ, ഭീമസേനൻ, യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ, ദ്രുപദൻ, ദ്രുപദപുത്രന്മാർ ഇവരെല്ലാം ഒന്നിച്ചു വന്നാൽ ഇവരെ യുദ്ധത്തിൽ ജയിക്കുവാൻ ദേവകൾക്ക് പോലും സാധിക്കില്ല. പിന്നെയാണോ നീ അവരെ ജയിക്കാൻ പോകുന്നത്? അതുകൊണ്ട് യുദ്ധമൊന്നും ഇതിനൊരു പരിഹാരമല്ല. മറിച്ച് നിനക്കങ്ങനെ വിഷമമുണ്ടെങ്കിൽ ഞാനൊരു ഉപായം പറഞ്ഞു തരാം. യുധിഷ്ഠിരനെ ചൂത് കളിക്കാൻ വിളിക്കുക. യുധിഷ്ഠിരന് ചൂതുകളി എന്നാൽ ഭ്രാന്താണ്, അതിനടിമയാണ് അവൻ. പക്ഷേ അവന് കളിക്കാനൊട്ടറിയില്ല താനും. അതേസമയം ചൂതുകളിയിൽ ഇന്ന് എന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്താരുമില്ല. നിനക്കു വേണ്ടി അവൻ്റെ എല്ലാ ഐശ്വര്യത്തെയും വാതുവെപ്പിലൂടെ ഈ ചൂതുകളിക്ക് വാതുവെപ്പിച്ച് ഞാൻ നിനക്ക് നേടിത്തരാം. നിനക്ക് സമ്മതമാണോ എന്ന് ശകുനി ചോദിക്കുകയാണ്. എന്നാൽ അതിന് നിന്റെ അച്ഛൻ്റെ സമ്മതം വേണം. അത് നീ വാങ്ങിച്ചു തന്നാൽ മതി, ബാക്കി ഞാൻ ഏറ്റു. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, ഇതെനിക്ക് ഒറ്റയ്ക്ക് അച്ഛൻ്റെ അടുത്ത് പോയി അവതരിപ്പിക്കാൻ വിഷമമുണ്ട്, അങ്ങും എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ശകുനിയെ മുന്നിൽ നടത്തി ദുര്യോധനൻ ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ കണ്ണു കാണാതിരിക്കുന്ന ധൃതരാഷ്ട്രരോട് ശകുനി വിവരമറിയിക്കുകയാണ്, രാജാവേ, അങ്ങ് വല്ലതും അറിയുന്നുണ്ടോ? അങ്ങയുടെ മകൻ കുറേ ദിവസമായി നേരാവണ്ണം ഭക്ഷണം കഴിക്കുന്നില്ല. ദാ അവനെ നോക്കൂ, അങ്ങേക്ക് കാണാൻ കഴിയില്ല, പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ്, അവൻ ആകെ വിളറി വെളുത്തിരിക്കുന്നു, അവൻ ദുഃഖിതനാണ്. ഇതൊക്കെ കേട്ട് ധൃതരാഷ്ട്രർ ചോദിച്ചു, അതിനിപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇങ്ങനെ ദുഃഖിക്കാൻ മാത്രം ഇവിടെ എന്താണ് മകനെ നിനക്ക് പ്രശ്നം? പറയൂ. ഞാൻ അറിയുന്നതിൽ പ്രശ്നമൊന്നുമില്ല എങ്കിൽ ദയവ് ചെയ്ത് പറയൂ, നീ ദുഃഖിക്കരുത്. ധൃതരാഷ്ട്രർ ചോദിക്കും, നിനക്ക് ഇവിടെ എന്തിൻ്റെ കുറവാണുള്ളത്? അല്ലേ, നമ്മളൊക്കെ എല്ലാവരും ചോദിക്കുന്നതാണ്, നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കുറവാണുള്ളത്? നിനക്ക് ഉണ്ണാനില്ലേ, ഉടുക്കാനില്ലേ? ഇവിടെ എല്ലാവരും നിന്റെ അധീനതയിലല്ലേ? അപ്പോൾ ദുര്യോധനൻ പറയുന്നു, ഉണ്ണാറുണ്ട്, ഉടുക്കാറുണ്ട്, ഒരു ഏഭ്യനെ പോലെ ഉഗ്രമായ അമർഷവും കൈക്കൊള്ളുന്നുണ്ട്. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടായിട്ട് മാത്രം കാര്യമുണ്ടോ? ദാ അവൻ, ആ ധർമ്മപുത്രർ എല്ലാ ഐശ്വര്യത്തോടും കൂടെ അവിടെ ജീവിക്കുന്നു. അത് കണ്ടിട്ട് എൻ്റെ നിറം കെട്ടുപോയി, അത് കണ്ട് അസൂയപ്പെട്ടിട്ട് എൻ്റെ നിറം കെട്ടുപോയി. ആ ധർമ്മപുത്രരിൽ ജ്വലിച്ചു നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടിട്ട് എൻ്റെ നിറം കെട്ടുപോയി. എൻ്റെ പദവി എത്ര തുച്ഛമാണ് അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ. പാണ്ഡവന്മാരുടെ ഈ ശ്രീ കാണരുതെന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ അതെങ്ങനെ സാധിക്കും? ആ കാഴ്ച എൻ്റെ മുന്നിൽ എപ്പോഴും ശോഭിച്ചു തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് ദുഃഖിച്ചു വിളറി നിറം മാറി മെലിഞ്ഞു പോയിരിക്കുകയാണ് ഞാൻ. അവിടെ ആ രാജസൂയ യാഗത്തിൽ താൻ കണ്ട ആഡംബര കാഴ്ചകൾ വിവരിച്ചു കൊടുക്കുകയാണ് ധൃതരാഷ്ട്ര മഹാരാജാവിന്. ഇങ്ങനെ ഒരു സമൃദ്ധി ദേവലോകത്ത് പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ സമൃദ്ധി കണ്ടിട്ട് എനിക്ക് ഈർഷ്യ സഹിക്കുന്നില്ല രാജാവേ. എൻ്റെ ഉള്ള് ചുട്ടു നീറുന്നു, എനിക്കൊരു മനസ്സമാധാനവുമില്ല. ഇത് കേട്ട് ശകുനി രാജാവിനോട് പറയുകയാണ്, പാണ്ഡവരിൽ അതിരില്ലാതെ കണ്ട ലക്ഷ്മിയെ നമുക്ക് നേടാൻ ഒരു ഉപായമുണ്ട്. അവരെ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റില്ല, പക്ഷേ അവരെ ചൂത് കളിക്കാൻ വിളിക്കണം. അത് അങ്ങ് ചെയ്യണം. കാരണം യുധിഷ്ഠിരന് ചൂതുകളിയിൽ വല്ലാത്ത ഭ്രമമാണ്, എന്നാൽ കളിക്കാൻ അറിയുമില്ല. എനിക്കത് നന്നായിട്ടറിയാം. അങ്ങനെ കളിച്ച് അവരുടെ എല്ലാ ശ്രീയെയും ഞാൻ ഇവനിലേക്ക് വരുത്തിച്ചു തരാം. അതിനങ്ങ് സമ്മതിച്ചാൽ മാത്രം മതി. കേട്ടപ്പോൾ ധൃതരാഷ്ട്രർ പറയുകയാണ്, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ എനിക്ക് വിതുരരോട് ഒന്ന് അഭിപ്രായം ആരായണം. ഇത് കേട്ടപ്പോൾ ദുര്യോധനന് വല്ലാതെ ദേഷ്യം വന്നു. അപ്പോൾ എന്നേക്കാളും വലുതാണോ വിതുരർ? വിതുരരോട് പറഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ അങ്ങ് വിതുരർ പറയുന്നത് കേട്ടാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആയിക്കോളൂ,
പക്ഷേ പിന്നെ ഇനി ഞാൻ ജീവനോടെ ഇരിക്കുകയില്ല. സത്യത്തിൽ ധൃതരാഷ്ട്ര മഹാരാജാവിന് ദുര്യോധനനോടുള്ള ആ ഇഷ്ടം എത്രയാണെന്ന് ദുര്യോധനന് നന്നായിട്ടറിയാം. അപ്പോൾ ധൃതരാഷ്ട്രർ വിചാരിച്ചു, ആ സഭ പോലെ ഒരു സഭ കിട്ടിയാൽ ദുര്യോധനന് സന്തോഷമാകുമെന്ന്. ഉടനെ ഭൃത്യരെ വിളിച്ചിട്ട് മനോഹരമായൊരു സഭ പണി കഴിപ്പിക്കണമെന്ന് ആജ്ഞ കൊടുക്കുകയാണ്. എന്നാൽ വിതുരരെ വിളിച്ചു വരുത്തി ഇങ്ങനെയൊരു ചൂതുകളിക്കുള്ള ഒരുക്കം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ വിതുരർ അതിന് സമ്മതിച്ചില്ല. പക്ഷെ വിതുരർക്കറിയാം, താൻ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ധൃതരാഷ്ട്രർ അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ മാത്രമേ ചെയ്യുള്ളൂ. അതിനൊക്കെ പുറമേ വിധി എന്താണെന്ന് അറിയാവുന്ന ആളാണ് വിതുരർ. ഇതിനെ തനിക്ക് തടുക്കാൻ സാധിക്കില്ല എന്നും വിതുരർക്കറിയാം. അങ്ങനെ വിതുരർ എതിരഭിപ്രായം പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ ദുര്യോധനനോട് പറയുകയാണ്, ദുര്യോധന, വിതുരന് അത് സമ്മതമല്ല. മഹാബുദ്ധിമാൻ എന്തും ചിന്തിച്ചിട്ടേ പറയുകയുള്ളൂ. മാത്രമല്ല, എനിക്കും തോന്നുന്നു ഇത് നല്ലതിനല്ല. ഇത് പരസ്പരം വിദ്വേഷത്തെ ഉണ്ടാക്കുന്നതാണ്. ചൂതുകളി നല്ലതല്ല. നീ ഇപ്പോൾ രാജാവിന് തുല്യമായ സ്ഥാനത്താണ് ഇരിക്കുന്നത്. ഇവിടെ നിനക്ക് എന്തിൻ്റെ കുറവാണ് ഉണ്ണി? നിനക്കെല്ലാം ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കൂ. മാത്രമല്ല, ആ പാണ്ഡവരെ നിന്റെ കൈകളായി കണ്ട് സ്നേഹിക്കാൻ ശ്രമിക്കൂ. സ്വന്തം കൈകളെ ആരും ഛേദിച്ച് കളയില്ലല്ലോ. ഇങ്ങനെയൊക്കെ ധൃതരാഷ്ട്രർ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, അങ്ങക്ക് എന്താണ് മനസ്സിലാകാത്തത്? ഞാൻ അവിടെ അനുഭവിച്ച അപമാനം അങ്ങേക്കറിയാമോ? അവിടെ എല്ലാം പരസ്പരം നിലതെറ്റി എന്നതുപോലെയാണ്. വെള്ളം കണ്ടാൽ നിലമാണെന്ന് തോന്നും, നിലം കണ്ടാൽ വെള്ളമാണെന്ന് തോന്നും. അവിടെ ആ വീണ സമയത്ത് ഭീമൻ ചിരിച്ചു, ദ്രൗപദി തോഴിമാരോടൊത്ത് ചിരിച്ചു. ആ സമയത്ത് ഒറ്റയടിക്ക് ഞാൻ ഭീമനെ കൊന്നേനെ. പക്ഷേ ആ യാഗത്തിന് തൊട്ടു മുൻപ് ശിശുപാലന് സംഭവിച്ച ആ കാര്യമോർത്ത് ഞാൻ അടങ്ങിയതാണ്. കാരണം ഇപ്പോൾ അവരെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. എല്ലാ രാജാക്കന്മാരും അവരുടെ കൂടെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ അടങ്ങിയത്. ആ യാഗത്തിൽ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിരുന്നു. അതിൽ ദുര്യോധനന് ലഭിച്ച ഉത്തരവാദിത്തം രാജാക്കന്മാർ കൊണ്ടുവരുന്ന കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കുക എന്നതായിരുന്നു. അപ്പോൾ ഇത് കണ്ട് കണ്ട് എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി എന്നാണ് ദുര്യോധനൻ പറയുന്നത്. ഇതെല്ലാം ദുര്യോധനന്റെ കയ്യിലാണ് വന്നു ചേരുന്നത്. അതാണ് ദുര്യോധനന് സഹിക്കാൻ പറ്റാത്തത്. അത് വളരെ വിശദീകരിച്ച് ദുര്യോധനൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അച്ഛൻ അറിയില്ല അവിടെ എന്തൊക്കെയാണ്, ആരൊക്കെ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. എനിക്കിത് സഹിക്കുന്നില്ല അച്ഛാ. അച്ഛൻ ഇത് എനിക്ക് വേണ്ടി അവരെ ചൂത് കളിക്കാൻ വിളിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും, ഉറപ്പായും ഞാൻ മരിച്ചു കളയും. അപ്പോൾ ഇത് കണ്ട് എന്തുകൊണ്ടോ ഒരുപക്ഷെ വിതുരരുടെ ഉപദേശം കേട്ടിട്ടാണോ എന്നറിയില്ല, ധൃതരാഷ്ട്രർ വളരെ നല്ല ഉപദേശമാണ് ഇവിടെ ദുര്യോധനന് കൊടുക്കുന്നത്. അതായത് ദുര്യോധനനോട് പറയുകയാണ്, സ്വധർമ്മത്തിൽ നിൽക്കുന്നവനും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനും മാത്രമേ സുഖം ലഭിക്കുകയുള്ളൂ. അന്യന്റെ ഐശ്വര്യം കണ്ട് ഭ്രമിക്കരുതുണ്ണി, അത് നല്ലതിനല്ല. സ്വകർമ്മത്തിൽ നീ ഉദ്യമിക്കുക. നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യുക. അതിൽ നിന്ന് എന്ത് കിട്ടുന്നുവോ അതിൽ സന്തോഷിക്കുക, തൃപ്തിപ്പെടുക. നേടിയതിനെ സംരക്ഷിക്കുന്നതാണ് വൈഭവമുള്ളവന്റെ ലക്ഷണം. നീ പാണ്ഡവന്മാരെ ദ്വേഷിക്കരുത്. അവർക്കുള്ളത്ര സമ്പത്ത് നിനക്കുമുണ്ട്. നിന്റെ മുത്തച്ഛന്മാർ തന്നെയാണ് അവരുടെയും മുത്തച്ഛന്മാർ. യജ്ഞത്തിൽ ദാനം ചെയ്ത് വേണ്ട കാമങ്ങളൊക്കെ നേടി നിനക്ക് എങ്ങനെയൊക്കെ സന്തോഷമായി ജീവിക്കാമോ അങ്ങനെ ഇവിടെയും ജീവിക്കാമല്ലോ. നീ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? എന്നാൽ ധൃതരാഷ്ട്രർ എന്തൊക്കെ പറഞ്ഞിട്ടും ദുര്യോധനൻ തൻ്റെ ശാഠ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ദുര്യോധനൻ അച്ഛനോട് പറയുകയാണ്, അങ്ങ് ശത്രുസമ്പത്ത് കണ്ട് രസിക്കരുത്. ബുദ്ധിമാന്മാർ തലക്കേറ്റുന്ന ഭാരമായ നയമായേ അതിനെ കാണൂ. വിക്രമത്താൽ മാത്രമേ അഭിവൃദ്ധി ഉണ്ടാകൂ. പാണ്ഡവന്മാരുടെ ശ്രീ ഞാൻ ആഗ്രഹിക്കുന്നു.
അതിനൊരു വിട്ടുവീഴ്ചയുമില്ല. ഞാൻ എൻ കഴിവിൽ സംശയാലുവാണ്. ആ ശ്രീ നേടുകയോ അല്ലെങ്കിൽ പോരിൽ ചത്തുവീഴുകയോ, രണ്ടാലൊന്ന് അത് നടക്കും. ഈ നിലയിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇങ്ങനെ ദുര്യോധനൻ ശാഠ്യം പിടിച്ചപ്പോൾ ധൃതരാഷ്ട്രർക്ക് വേറെ നിവൃത്തിയില്ലാതെയായി. അപ്പോൾ വീണ്ടും ധൃതരാഷ്ട്രർ പറഞ്ഞു, ചൂതുകളി കൊണ്ട് പരസ്പരം വൈരമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അതിനെയും ദുര്യോധനൻ ന്യായീകരിച്ചുകൊണ്ട് ചോദിക്കുന്നു, പലരും ചൂത് കളിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് ആർക്കും ക്ഷയവും യുദ്ധവും ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങ് അമ്മാവൻ പറഞ്ഞ കാര്യം കൈക്കൊള്ളുക. നമുക്ക് ദോഷം പറ്റുന്നതൊന്നും അമ്മാവൻ പറഞ്ഞു തരികയില്ല. അങ്ങ് ഉടനെ ഇവിടെയും ഒരു സഭ തീർക്കുവാൻ കൽപ്പിക്കുക. എന്നിട്ട് അവിടെ വെച്ച് ഒരു മത്സരം എന്ന് പറയണ്ട, സൗഹൃദത്തിലുള്ള ഒരു ചൂത് കളിക്കായിട്ട് യുധിഷ്ഠിരനെ അങ്ങ് വിളിച്ചു വരുത്തുക. അവസാനം ധൃതരാഷ്ട്രർ പറയുകയാണ്, നിന്റെ വാക്ക് എനിക്ക് പിടിക്കുന്നില്ല, പക്ഷേ നീ ഇങ്ങനെയേ ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചാൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. നീ നിന്റെ ഇഷ്ടം പോലെ നടന്നുകൊള്ളുക. നിന്റെ ഇപ്പോഴത്തെ അഭിപ്രായം പോലെ ചെയ്യുകയാണെങ്കിൽ നീ പശ്ചാത്തപിക്കേണ്ടി വരും. ഇത് ധർമ്മ്യമല്ല. വിതുരൻ ഇതൊക്കെ മുമ്പേ കണ്ടു കഴിഞ്ഞതാണ്. എന്തായാലും ഈ ചൂതുകളിയോടുകൂടി എന്തോ ഒരാപത്ത് നമ്മെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ എനിക്കറിയാം, വിധി അത് തടുക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ സമ്മതം തരുന്നു, യുധിഷ്ഠിരനെ ചൂതുകളിക്കായി വിളിക്കുക. അങ്ങനെ വിധിയെ തടുക്കാൻ സാധിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ധൃതരാഷ്ട്രർ വിതുരരോട് പറയുകയാണ്, ഇവിടെ നിർമ്മിച്ച ഈ സഭ കാണാനും ഈ ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ ചൂത് കളിക്കാനുമായി യുധിഷ്ഠിരനെ കൊണ്ടുവരിക. അപ്പോൾ വിതുരൻ പറഞ്ഞു, ഭവാന്റെ ആജ്ഞ ഞാൻ അഭിനന്ദിക്കുന്നില്ല. ഞാൻ ഭയപ്പെടുന്നു. കുലനാശകരമായ ഈ ചൂത് ലോകം മുടിക്കും. തമ്മിൽ തെറ്റി അങ്ങയുടെ പുത്രന്മാർ കലഹിക്കും. ഈ ദൂതിന് ശേഷം, ഈ ചൂതുകളിക്ക് ശേഷം തീർച്ചയായും അത് സംഭവിക്കും. രാജാവേ, അക്രമത്തിന് ഒരുങ്ങരുത്. അപ്പോൾ ധൃതരാഷ്ട്രർ പറയുകയാണ്, യാതൊരാപത്തും സംഭവിക്കുകയില്ല വിതുരരെ. ദൈവം തെറ്റി നിൽക്കാതിരുന്നാൽ മതി. വിധിയുടെ കൽപ്പന മൂലം ദൈവത്തിന്റെ വശത്തിലാണ് വിശ്വം നടക്കുന്നത്. ഒന്നും സ്വതന്ത്രമല്ല, എല്ലാം ആ മഹാശക്തിയുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് വിതുര, നീ ചെന്ന് എൻ്റെ കൽപ്പന പ്രകാരം ഉടനെ യുധിഷ്ഠിരനെ കൂട്ടിക്കൊണ്ടുവരൂ. അങ്ങനെ വിതുരൻ നല്ല അശ്വങ്ങളെ കെട്ടിയ തേരിൽ കയറി ധൃതരാഷ്ട്രന്റെ നിരാകരിക്കാൻ വയ്യാത്ത ആ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്രയായി. മഹാഭാരത